ഹലോ നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഈ സെമി സിൽക്ക് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. സെമി സിൽക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തന്നെ ഒരു ഫീലുണ്ട്. ഇതൊരു പ്രത്യേകിച്ച് ഒരു ഓർഗനൈസ് ഇല്ലാതെ കുറേ പുതിയ സാരികൾ വന്നതിനകത്തുനിന്ന് ഇങ്ങനെ കുറച്ച് കെട്ട് അങ്ങ് എടുത്ത് വെക്കും. അതുകൊണ്ട് നല്ല കൂടിയ ബനാറസി സാരി അല്ലെങ്കിൽ നല്ല എന്താ പറയുക കുറച്ചും കൂടെ മുടാൾ അങ്ങനെയുള്ളതൊക്കെ കാണിക്കാൻ പറ്റുന്നില്ല. കാണിക്കാം, എല്ലാം വഴിയെ കാണിക്കാം. ഇപ്പോഴും ഇന്നും സെമി സിൽക്കാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം എടുത്തത്. പക്ഷേ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള സെമി സിൽക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്ക് സാരി, എപ്പോഴും കണ്ടു മടുത്തിട്ടുള്ളതല്ലാത്ത സാരികളാണ് കാണിക്കുന്നത്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ പറഞ്ഞ് കേട്ടൊരു മടുത്തല്ലേ നിങ്ങളെല്ലാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്ത ഒരു സാരി പിന്നീട് ഒരിക്കൽ പോലും ഒരാൾ കൊടുക്കത്തില്ല. പിന്നെ എന്തിനാ ഒത്തിരി റേറ്റ് കൊടുത്ത് സാരി വാങ്ങിക്കേണ്ട, അത്യാവശ്യം നീറ്റായിട്ട് പോകേണ്ട സ്ഥലത്ത് നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അതുപോലെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് നല്ല റേറ്റിലിടണം. അല്ലാത്തപ്പോൾ പോക്കറ്റിൽ ഒതുങ്ങുന്നത് ഇടണം. ഇങ്ങനത്തെ സാരികൾക്ക് ആവശ്യക്കാർ ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനത്തെ മീൻസ് ആ കാറ്റഗറിപ്പെട്ട. ഇത് കണ്ടോ, ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരിയാണ്. നല്ല സാരിയല്ലേ. ഇതിപ്പം ഒരു ഒനിയൻ്റെ ഷെയ്ഡാണ്, ഒനിയൻ്റെ ഡാർക്ക് അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് ഷെയ്ഡ്. എന്നിട്ട് മുന്താണി ഇങ്ങനെ വരും, നല്ല ഗ്രീൻ കളർ മുന്താണി. മുകളിലത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ കണ്ടോ, അതാണ് ഒരു നല്ലൊരു ഹൈലൈറ്റ്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ പ്രിൻ്റ് ഇതുണ്ട്, ഡിസൈനുണ്ട് കണ്ടോ. നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനും ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് സിൽക്കായിട്ടുള്ള സാരി. ഇത് വരും മുന്താണി. ബ്ലൗസ് സെൽഫ് സെയിം ബോർഡറുണ്ട്, വിത്ത് ബോർഡർ കയ്യിൽ വയ്ക്കാനുള്ള സെൽഫ് തന്നെ ബ്ലൗസ്. അതിനകത്തിപ്പോൾ നമുക്കതിനകത്ത് എന്തെങ്കിലും വേണമെങ്കിൽ വ്യത്യാസം വേണമെങ്കിൽ ഈ ബ്ലൗസ് ഇടാം. ഈ കളറുള്ള ബ്ലൗസ് ഒരെണ്ണം എടുത്തിട്ട് സോഫ്റ്റ് സിൽക്ക് മറ്റേ സ്ലബ് സിൽക്കോ കോട്ടൺ സിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാവുള്ളൂന്നേ ഉള്ളൂ. കാരണം ഇത് സാരിയുടെ മെറ്റീരിയൽ ഇതാണ് സാരി. മൊത്തത്തിൽ കാണുമ്പോൾ ഇത് താഴത്തെ ബോർഡർ അടിപൊളി ബോർഡർ കേട്ടോ. മുകളിൽ അത്രയ്ക്കില്ല, വീതി കുറവ്. അത് തന്നെ സെയിം ബോർഡറാണ്, വീതി കുറവാന്ന് മാത്രം. അത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടാൽ ഉടുക്കുന്നെങ്കിൽ അടിപൊളിയാണ്. ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്തൂടെ ഇതിങ്ങനെ വരും, മുന്താണി ഇങ്ങനെ. അതിൻ്റെ കളർ ഷെയ്ഡ് കാണിക്കാം. ഇത്രയും സാരിയുള്ളൂ ഇന്ന്. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 11. പിശുക്കിയാണല്ലോ. കുറച്ചേറെ സാരി. നേരത്തെയൊക്കെ ഞാൻ ആദ്യമൊക്കെ വീഡിയോയുടെ സമയത്ത് 10-25 സാരിയൊക്കെ ആയിരുന്നു ഒരു ദിവസം കാണിക്കുന്നത്. മടുക്കും. ഇതിപ്പോൾ ഡെയിലി വീഡിയോ ഉള്ളതുകൊണ്ടേ ഇത് വേണം. അന്നുണ്ട് ഡെയിലി വീഡിയോ, അന്നുണ്ട്. മുന്താണി കണ്ടോ, നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡുള്ള ബോഡിയെ കൂടെ ഈ ബോഡി പ്ലെയിൻ അല്ലാതെ പ്രിൻ്റഡ് ആയിട്ട് വരുന്നതേ. പ്രിൻ്റ് അല്ല വീവിങ് കേട്ടോ. നോക്കിയേക്കാം, വീവിങ് ഇതുണ്ടോ, ഇത് ഫുള്ള് വീവിങ് ആണ്. ഇതിൻ്റെ താഴത്തെ ബോർഡർ കണ്ടോ, അടിപൊളിയല്ലേ. നല്ല കൂടിയ സാരികൾക്ക് വരുന്ന ഒരു ലുക്കോ ഒരു ഫീലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ശരിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവും. നല്ല റേറ്റുള്ള സാരികൾക്ക് വരുന്ന ഒരു ബോർഡർ, അത്രയ്ക്കൊരു നീറ്റായിട്ട് ബോർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ ഡൈ ചെയ്തേക്കുന്നതാണെങ്കിലും അതിൻ്റെ കൊടുത്തേക്കുന്ന ഡിസൈൻ ആണെങ്കിലും എല്ലാതെ മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ സാരിയാണ്, പക്ഷെ ഒരു എലിഗൻ്റാണ്. അടുത്ത ഷെയ്ഡെന്ന് പറയുമ്പോൾ താഴത്തെ ബോർഡർ ഏകദേശം എല്ലാത്തിനും ഒരേ ഇതാണ് കേട്ടോ. ബോഡിയിലെ കളർ മാത്രമേ കാണുന്നുള്ളൂ, നേവി ബ്ലൂ. പക്ഷെ കോമ്പിനേഷൻസ് പക്ഷേ സൂപ്പർബ്. ഇതിൻ്റെ ഫോൾഡിങ് ഒന്നാതെ ഒത്തിരി സമാധാനപരമായ ഫോൾഡിങ്, അത് തന്നെ ഒരാശ്വാസം. മുമ്പേന്ന് ഞാൻ പറയാം. ഇന്നിപ്പോൾ വീഡിയോ പലതും എടുത്തോണ്ടിരിക്കും, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. വേറൊരു പീസ് ഞാൻ വിഷമിച്ചു പോയി. അത് എൻ്റെ മൂടും കൂടെ പോയി. അത് സാരി എടുത്തെടുത്ത് ഇത് നേവി ബ്ലൂ വിത്ത് ഇത്, നേവി ബ്ലൂ വിത്ത് ഇത് കണ്ട ഇങ്ങനത്തെ എന്താണ് ഇങ്ങനെ. ബ്ലൗസ് കാണിക്കാത്ത ബ്ലൗസ് സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ, നല്ല കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഈ ഒരു ചെറിയ ബോർഡർ എവിടെ ഉള്ളെങ്കിൽ അതിനും ഉണ്ടൊരു ലുക്ക്. ഇവിടുത്തെ ഇതുമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കോപ്പർ വീവിങ്ങാണ്.
കോപ്പർ ഷെയ്ഡിൽ. ലെമൺ യെല്ലോ, ലെമൺ യെല്ലോ, ലെമൺ യെല്ലോ ആണോ ഗ്രീൻ ആണോ? കണ്ടോ, മുന്താണിയും ഇവിടുത്തെ ബോർഡറും ഒക്കെ ഏകദേശം ഡിസൈനും എല്ലാം ശരിയാണ്, കറക്റ്റ് സാമ്യമുണ്ട്. ഡിസൈൻ എല്ലാം സെയിം ആണ്. ഇവിടുത്തെ കളറിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. മുന്താണിയുടെ അതെ, മുന്താണിക്ക് എല്ലാത്തിനും തന്നെ ഈ ഒരു കളറാണ്. ഇതിൽ ഏത് കളറാണ് ഇഷ്ടം എന്ന് നോക്കി എടുത്താൽ മതി. ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത്, ഫസ്റ്റ് ഇഷ്ടമുള്ളത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. ആർക്കാണ്ട് അറിയത്തില്ലാത്ത പോലെ അല്ലേ എന്നല്ലേ ഇപ്പോൾ വിചാരിച്ചോ? വിചാരിച്ചില്ലെങ്കിൽ മിടുക്കരാണ്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന നെഗറ്റീവ് തോട്ടാണ്. ആവശ്യമില്ലാതെ ഏത് രീതിക്ക് നമുക്ക് ഏത് കാര്യം ഏത് രീതിക്ക് വേണമെങ്കിലും എടുക്കാം അല്ലേ, എന്ത് കാര്യമാണെങ്കിലും. പിന്നെ മനുഷ്യൻ്റെ മൂഡ് ഒത്തിരി ഉണ്ട് കേട്ടോ. എനിക്കും ഉണ്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞാൽ ചിലപ്പോൾ മൂഡ് തെറ്റിയിരിക്കുവാണെങ്കിൽ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു കളയും. മര്യാദയ്ക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഓ അത്രയൊന്നും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ വേണേൽ ഇങ്ങനെയും പറയാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ എനിക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യം നമ്മളോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പെട്ടെന്ന് എൻ്റെ മൂഡ് മാറും. ഓ ആണോ, എനിക്കറിയത്തില്ലായിരുന്നല്ലോ. എല്ലാവർക്കും അങ്ങനെയാണ്, കണക്കായിപ്പോയി. ഇതൊക്കെ ചുമ്മാ അറിഞ്ഞ കേട്ടോ, അതും എനിക്ക് വേണ്ടിയോ. ഇത് ഒനിയൻ പിങ്ക്, ഇതാ കളർ. മനസ്സിൽ വിചാരിക്കാത്ത കാര്യം എന്നേലും പറയുമ്പോൾ മൂഡ് മാറാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല എന്നാ പറയുന്നത്, നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഓറയൊക്കെ കൂടുതലുള്ളവർ, അവർക്കൊന്നും അങ്ങനെയൊന്നും ചെറിയ കാര്യങ്ങളൊന്നും അവരെ പിടിച്ചൊലയ്ക്കത്തൊന്നുമില്ല. നമ്മളൊക്കെ സാധാരണക്കാരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ സാധാരണക്കാർ ആണെന്നൊന്നും എന്നെ പറയത്തില്ല. ഞാൻ വലിയ പുള്ളിയാണെന്നേ ഞാൻ എന്നെ പറയുള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ താത്തിക്കെട്ടി പറയരുത്, നമ്മളെ ഉയർത്തി പറയണം. പറയുന്നതാണ് സംഭവിക്കുന്നത്. പൊങ്ങച്ചം പറയാന്നല്ല അതിൻ്റെ അർത്ഥം. നാളെ തൊട്ട് പൊങ്ങച്ചം പറയണ്ടാണെന്ന് തോന്നും. ഞാൻ വലിയ പുള്ളി. ഞാൻ എന്നിട്ട് എന്നോട് വന്നിട്ട് ചോദിക്കും, ഞാനല്ലേ അങ്ങനെ പറഞ്ഞു തന്നെ, ഇതെന്നെ പരിപാടി, ഇതെന്തോ ഇതെങ്ങനെയായിരിക്കും, ഇത് ഓരോന്നും പൊട്ടിക്കേണ്ടി വരും. പ്രൈസ് എന്നാ പൊട്ടിച്ചെടുത്തു, അല്ലാതെ ഇത് നിവർക്കത്തില്ല. കൂട്ടി അടിച്ചു വെച്ചിരിക്കുക. ക്ഷമിക്കണം കേട്ടോ, സോറിയേ. ഓരോരുത്തരുടെ ഇവിടുത്തെ കലാവിരുതുകളുടെ മിച്ചമായത്. ഒരെണ്ണം മതി, ഞാൻ ബാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. അല്ലാതെ ഇപ്പം എന്നെ ചെയ്യാനാ അതിൻ്റെ മുഴുവൻ വില പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. ഇതും സെയിം മെറ്റീരിയൽ സാരി, അതായത് നമ്മുടെ സോഫ്റ്റ് സിൽക്കിൽ പെട്ട ബോഡിക്ക്. ഇപ്പോൾ ഈ ബോഡിയിലില്ലേ പ്രിൻ്റഡ് വരുന്നത്, പ്ലെയിൻ അല്ലാതെ പ്രിൻ്റ് വന്നിട്ട് സെമി സിൽക്ക് സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ്. കോപ്പർ വീവിങ്, സിമ്പിൾ സാരിയാണ് കണ്ടോ, ഒന്നുമില്ല. ബോർഡർ ഇങ്ങനെ ഒരു ബോർഡറുണ്ട്. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ ബോഡി തന്നെയാണ്. ബ്ലൗസ് ഇത് പ്ലെയിൻ, അത് തന്നെ പ്ലെയിനാണ്. ബോഡിയെ നിറച്ചും നല്ല ഡിസൈൻസ്, ഒരു കോപ്പർ ഡിസൈനാണേ. ഈ ഒരു ബോർഡർ ഭയങ്കര ഭംഗിയാണ്. അതിന് ചെറിയതാണേലും കുഞ്ഞിക്കാണേലും അതിനൊരു ഭയങ്കര ഭംഗിയാണ്. മുന്താണി വന്നിട്ട് അതേ ഇങ്ങനെ ഇരിക്കും. സിമ്പിൾ സാരിയാണ്, പക്ഷേ നമുക്ക് ഒരു സ്പെഷ്യലായിട്ടൊക്കെ കൊടുക്കുകയും ചെയ്യാം. ഇത്രയ്ക്കുള്ള വിലയല്ലേ ഉള്ളൂ. അതിന് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് വേറെ കോൺട്രാസ്റ്റ് കളർ, ഇപ്പോൾ ഈ ഒരു ഷെയ്ഡൊക്കെ വരുന്ന ബ്ലൗസ് ഇടണമെങ്കിൽ ഇടാം. ഇതിൻ്റെ തന്നെ ഇടുന്നത് നല്ലതാണ്. കാരണം ആ കൈയുടെ അറ്റത്ത് ഈ കുഞ്ഞി ബോർഡറും ഒക്കെ വെച്ചിട്ട് പ്ലെയിൻ ആയിട്ട് വരുമ്പോൾ അതിനൊരു ഭംഗിയാണല്ലോ. അതിൻ്റെ വേറെ കളേഴ്സ് ഞാൻ കാണിച്ചാൽ പോരെ, മൊത്തം നൂർത്ത് കാണിക്കണ്ടല്ലോ. ആദ്യം കാണിച്ചത് മൊത്തം കാണിച്ചില്ലേ, അതുപോലെ ഒന്നുമില്ല. ഇത് തന്നെ അടുത്ത കളറ് ഇത് ഡാർക്ക് മെറൂൺ, വൈൻ മെറൂൺ. പോയോ? ഇതോ എടുത്തോ. വൈൻ മെറൂണിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ മുന്താണി ഇതേ ഇങ്ങനെ, ഒന്നുമില്ല, കളർ മാത്രം വ്യത്യാസം. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ. മസ്റ്റാർഡ് യെല്ലോ,
നല്ലൊരു യെല്ലോ കളർ അല്ലേ. ബ്ലാക്കാണ് ഇതിൻ്റെ ഡിസൈൻ. അകത്തേലൊക്കെ ഒരു യെല്ലോയിഷ് കളറുള്ള ഡിസൈൻ ആയിരുന്നു, ഇത്തേൽ ബ്ലാക്കാണ്. നല്ല പട്ടുസാരിയുടെ സ്റ്റഫ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റഫ്. അതായത് ഒരു വൃത്തിയുള്ള സെമി സിൽക്കിൻ്റെ സ്റ്റഫാണ്. ഒരു സുഖം ഉണ്ട് നമുക്ക്, ആ ഒരു സോഫ്റ്റ്നെസ്സിനൊരിതുണ്ട്. ചിലത് നമുക്ക് ഈ സിന്തറ്റിക് മിക്സ് വന്നിട്ട് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു പടിപെടുപ്പ് തോന്നിക്കും. ഇതങ്ങനെയല്ല, നല്ല ഒഴുകി നിൽക്കുന്ന, ഒഴുകിയെന്ന് പറയാമെന്ന് പറ്റത്തില്ല, ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് സാരിയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം നിങ്ങൾ ഇതിനകത്തെ കളറും തിളക്കവും ഒക്കെ കണ്ടിട്ടല്ല ചൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം. തിളക്കം ഇഷ്ടമില്ലാത്തവർ ഈ പറഞ്ഞ പോലെ സെമി സിൽക്ക് എന്ന് പറയുമ്പോൾ തിളക്കമല്ലേ, അത് ആർക്കും അറിയാമല്ലോ. സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് എന്ന് പറയും. കഴിഞ്ഞ ദിവസം ആരാണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്, നല്ല തിളക്കമുള്ള ഈ കഴിഞ്ഞ ദിവസം കാണിച്ചാൽ അതിൻ്റെ ബോഡിയെ മുഴുവൻ പ്രിൻ്റ് ആയത്തേലും ഡിസൈനാണ്, ഇതെല്ലാം പറഞ്ഞാൽ ഇത്ര അടുപ്പിച്ച് കാണിക്കുന്നത്. സാരി ചെന്ന് കഴിയുമ്പോൾ സാരിക്ക് തിളക്കമുള്ള, അതുകൊണ്ട് ഈ സാരി എനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരാൻ പറ്റത്തില്ല. ഞാൻ ഒന്നും കൊണ്ട് പറയുന്നില്ല, കാരണം സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്ര മുഴുവനുള്ള ഈ ഡിസൈനിങ് കാണിച്ചിട്ട് പിന്നെ അത് കൈ കെട്ടി കഴിയുമ്പോൾ തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ഇത് അത് ഒരു അഡമൻ്റായിട്ട് ഇത് പറയുന്നതല്ല, അത്രമേൽ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഒരു കെയർലെസ് ആയിട്ട് ഒരു പർച്ചേസ് നടത്തിയിട്ട് അതിലും ഭേദം പർച്ചേസ് നടത്താതിരിക്കുമെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ അത്രയ്ക്ക് ഇതുള്ളവർ അങ്ങനെ ചെയ്യരുത്, അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാതെ എല്ലാം നല്ല രീതിക്ക് എന്താ പറയുന്നത്, സ്വന്തം കുടുംബാംഗത്തെ പോലെ അങ്ങനെ പരിഗണിക്കുന്ന ധാരാളം ആൾക്കാരും ഉണ്ട്. എന്ത് വന്നാലും അയ്യോ അത് കുഴപ്പമില്ല വിദ്യയെ എന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വന്നേക്കുന്നത്. അപ്പം ഞാനാണോ അപ്പുറത്തൊന്നും പോലും അറിയത്തില്ല. അങ്ങനെ എന്നാൽ പോലും ഞാൻ അത്രയ്ക്ക് സഹകരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെ മറന്നിട്ട് എനിക്കിങ്ങനെ ഈ ഒരു ആൾക്കാരുടെ കാര്യം പറയാൻ പറ്റത്തില്ല. എന്നാലും പറഞ്ഞതേ ഉള്ളൂ, ബഹുജനം പലവിധം, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും ഇഷ്ടങ്ങളും അല്ലേ. പച്ച, എന്നാ പച്ച ഇത്, പാരറ്റ് ഗ്രീൻ്റെ ഒരു ഡാർക്ക്, ഇങ്ങനെ കോപ്പറിത്. ഞാൻ എല്ലാം നൂർത്ത് കാണിക്കാത്ത ഒന്നും ഓർക്കല്ലേ, കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഒന്നുമില്ല, ഇതിനകത്ത് പ്രത്യേകതയൊന്നുമില്ല, കളർ മാത്രമേ മാറുന്നുള്ളൂ. ആ കളർ കാണാമല്ലോ, ബോട്ടിൽ ഗ്രീൻ. ഞങ്ങൾക്കിതെല്ലാം നമുക്ക് ഈ ഇത് അയക്കുമ്പോൾ, സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്പർ കൂട്ടി അയക്കണേ. സ്ക്രീൻഷോട്ടിൽ നമ്പർ കൂട്ടി അയക്കണം. അപ്പോൾ നമുക്ക് കളർ ഒരു കാരണവശാലും മാറിപ്പോകില്ല. നമ്മൾ നമ്പർ മാത്രമേ നോക്കുന്നുള്ളൂ. കളറൊക്കെ അത്ര ബോധേഡല്ല നമ്മൾ. ബുക്കിംഗ് എടുക്കുന്നവരേ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ വന്നിട്ട് ഒരു കോപ്പറിൻ്റെ ഒരു കളറാണ്, ഷെയ്ഡാണ്. ടൈം എത്രയായി നോക്കുന്നുണ്ടോ? രാമാഗ്രീൻ എന്നൊക്കെ പറയുന്ന, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആക്ച്വൽ കറക്റ്റ് രാമാഗ്രീൻ ഏതാണെന്ന് ഇപ്പോഴും അറിയത്തില്ലാഞ്ഞിട്ടല്ല, കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇത് രാമാഗ്രീനാണ്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോന്ന് പറയുമല്ലോ, ഇനി അത് പറഞ്ഞതാണ് ഇതപ്പോൾ അതായത് ശേഷമുള്ളൂ. കറുപ്പ്, ഇത്ര ചിരിക്കാൻ തന്നെ ഇരിക്കുന്നതെന്നല്ലേ ഞാൻ എന്നോട് തന്നെ ചോദിച്ചാട്ടോ. നല്ല രസമില്ലേ ഇവിടം കാണാനായിട്ട്. ബ്ലൗസ് ഇത് പ്ലെയിൻ. ഈ വീഡിയോ സ്കിപ്പായിട്ട് കണ്ടിട്ടേ അയ്യോ എനിക്ക് ഏറ്റവും കോമഡി തോന്നിയ ഒരു കാര്യമാണ്, നെറ്റ് കോട്ടയുടെ സാരി വന്നിട്ട് അതെന്തോരം കാണിച്ച നെറ്റെന്ന് ഐറ്റം തന്നെ എഴുതിയിട്ടുണ്ട്, അത് ട്രാൻസ്പെറൻ്റ് ആണെന്നും പറഞ്ഞ് ആരാണ്ട് പറഞ്ഞിരിക്കുന്നു. അത്രയ്ക്ക് എന്താണെന്നറിയാം സംഭവിക്കുന്നത്, ഇത് സ്കിപ്പായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പകുതി കേൾക്കത്തില്ലല്ലോ, പകുതി കാണത്തില്ല. കളറുകൾ മാത്രമാണ് മനസ്സിൽ കിടക്കുന്നത്. ഒരു ഡിസൈൻ കണ്ടു, ഇത് കണ്ടു, കളറുകൾ മാത്രം മനസ്സിൽ, വേറെ കളർ, അടുത്ത കളർ ഏതാ ഇങ്ങനെ സ്പീഡാക്കി കാണും. അപ്പോൾ എന്നെ അതിൻ്റെ പറ്റി വിശദീകരണങ്ങൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. എന്നിട്ട് അയ്യോ കത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും അല്ല കേട്ടോ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്താൻ പറയും. നെറ്റ് കോട്ടയുടെ സാരികൾ പിന്നെയും ഒത്തിരി പേര് ചോദിക്കും. അത് വന്നു ഇരിപ്പുണ്ട്, റീസ്റ്റോക്ക് ഇഷ്ടം പോലെ ഇല്ല, 2 കെട്ടോ അങ്ങനെ കണ്ട് വന്നിരിപ്പുണ്ട്. 27 കളർ കണ്ട ഒരു കെട്ടിനകത്ത്. അപ്പോൾ പക്ഷേ അതിൻ്റെ കാണിക്കാൻ അത് അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഒത്തിരി പേര് അത് ചോദിക്കുമ്പോഴും ഇപ്പം വന്നില്ല, ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നുള്ളൂ. കാരണം അതിൻ്റെ 27 കളറിൻ്റെ ഫോട്ടോ എടുത്ത് തരാൻ പറയും. നടക്കുന്ന കാര്യമില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ സ്കിൻ ഫിറ്റിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ അജ്രക്കിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് അണിയറയിൽ തയ്യാറാവുമോ? ഉടനെ വരുമോ? ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ലല്ലോ, ഒരാഴ്ച സമയം.
അജ്രക്കിൻ്റെ പ്യുവർ അജ്രക്കിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ്. ഇതിപ്പം അടുത്ത ദിവസം കാണിക്കാൻ പോകുന്നു റെഡിമെയ്ഡ് ബ്ലൗസ്. ശനിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ, ശനിയാഴ്ച രാവിലെ 10:30 ഒരു വീഡിയോ ഉണ്ട്, അത് കാണണേ. ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും സ്പെഷ്യൽ സാരീസിൻ്റെ കുറച്ച് ഭാഗം, ഫുള്ളതല്ല മീൻസ് അത് കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്ററും വിഷുവിൻ്റെ സ്പെഷ്യൽ സാരി ഇല്ല എന്നല്ല, കുറച്ച് ഭാഗം അതിന് മാത്രമായിട്ടൊരു വീഡിയോ 10:30 കാണാം കേട്ടോ. ശനിയാഴ്ച രാവിലെ 10:30 സമയം പോലെ കാണുക. എല്ലാവർക്കും ആ സമയത്തൊക്കെ സമയം ഉണ്ടാകുമെന്ന് പറയുന്നത്, സമയമുള്ളവർ കാണുക, അല്ലാത്തവർ പിന്നീട് കാണുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.